അപ്പോൾ നമുക്ക് കണിക്കൊന്നപ്പൂ ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിവിടെ മഞ്ഞ സാറ്റിൻ തുണിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ തുണിയാണ്, വേറെ പ്രത്യേകതകളൊന്നുമില്ല. പിന്നെ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്, ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്, കമ്പിയും ടങ്കീസും എടുത്തിട്ടുണ്ട്. ഇതിൽ ആദ്യം ഇത് 4 ഒന്ന് മടക്കിയിട്ട് 4 പെറ്റൽസാണ് നമ്മുടെ കണിക്കൊന്നൊക്കെ ഉള്ളത്. അപ്പോൾ 4 പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ടങ്കീസ് ഒരു 3 കട്ട് ചെയ്ത് ഒന്ന് വളച്ചെടുത്തിട്ട് അതൊരു കമ്പിയിൽ നന്നായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെറ്റൽ അതിലേക്ക് വെച്ച് നന്നായിട്ട് കെട്ടുന്നു. ശേഷം അതിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി റെഡിയാക്കിയതിന് ശേഷം ഈ പെറ്റൽസ് ഒന്ന് നിവർത്തിയെടുക്കുന്നു. ഇതിൽ നമ്മൾ 4 സെക്ഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫ്ലവേഴ്സ്. കാരണം ഒന്ന് നല്ല വിടർന്ന രീതിയിലുള്ള ഒരു 7-8 ഫ്ലവേഴ്സ് ചെയ്യും. പിന്നെ ഒന്ന് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള, പിന്നെ ഒന്ന് ഒരു ചെറിയൊരു മൊട്ടായിട്ട്, പിന്നെ നമ്മുടെ ഫുൾ ഗ്രീൻ ആയിട്ടുള്ള മൊട്ട്. അങ്ങനെ 4 സെക്ഷനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ ടങ്കീസിൻ്റെ സംഭവം നമ്മൾ ചെയ്യുന്നതിൽ പശ വെച്ചിട്ട് അതിൻ്റെ അറ്റത്തൊരു കുനിപ്പുണ്ടല്ലോ, നമ്മുടെ കണിക്കൊന്നൊക്കെ ഉള്ള ടൈപ്പ്, ആ രീതിയിലുള്ള കുനിപ്പ് നമ്മൾ ഉണ്ടാക്കും. അതിനുശേഷം അതിൽ യെല്ലോ പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സെക്ഷനും, അതായത് 4 ബഡ്സും ഫ്ലവേഴ്സും എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഏകദേശം ഓരോന്നും ഒരു 5-6 ഫ്ലവേഴ്സ് വെച്ച് ഉണ്ടാക്കണം. ഈ 5-6 ഫ്ലവേഴ്സ് ചേർത്തിട്ടാണ് നമ്മൾ ആ ഒരു കണിക്കൊന്നയുടെ ഒരു കൊലയായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇവിടെ സാധാരണ കെട്ടുകമ്പി പോലത്തെ നൈസായിട്ടുള്ള കമ്പിയാണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇത് നമുക്ക് കൊല പോലെ സെറ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടി. ഇനി ഇതിൻ്റെ ലീഫും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഞാൻ ഫോം ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഫോം ഷീറ്റ് ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു കമ്പിയിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി ആ കമ്പി ഈ ലീഫിൽ ഓരോന്നിലും ഒട്ടിച്ചെടുക്കും. എന്നിട്ട് അതും നമുക്കറിയാം കണിക്കൊന്നയുടെ ഇലയും ഒരു ഇതിൽ തന്നെ ഒരു 4-5 ഇലകൾ വരുന്ന രീതിക്കാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്, ലീഫും കൂടെ. ഓക്കെ, അപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലവറും ഉണ്ടാക്കുന്നുണ്ട്, ലീഫും ഉണ്ടാക്കുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, അതുവഴിയേ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്ത് ആ ഒരു കണിക്കൊന്നയുടെ ഒരൊറ്റ കൊല പൂവായിട്ട് നമ്മളിത് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണിക്കൊന്ന പൂക്കൾ മാത്രമല്ല കേട്ടോ, അതിൻ്റെ മരം കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ കാട്ടിലും മേട്ടിലൊക്കെ കയറി ഇറങ്ങി അതിൻ്റെ കമ്പ് ശേഖരിച്ചെടുത്ത് ആ ഒരു കറക്റ്റ് ഷേപ്പ് നോക്കിയെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൽ മുകളിലൂടെ ഗ്രീൻ ടേപ്പൊക്കെ ചുറ്റി അത് സെറ്റാക്കി നമ്മൾ ഈ ഉണ്ടാക്കിയ പൂക്കളും ഇലകളും ഒക്കെ അതിൽ വെച്ച് അറേഞ്ച് ചെയ്ത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണിക്കൊന്ന.